ഇന്നത്തെ വിഷയം വാവാ സുരേഷ്. ഈ ഇടയ്ക്ക് വാവാ സുരേഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ. വാവാ സുരേഷ് കുഞ്ഞുനാൾ മുതൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കുട്ടിക്കാലം മുതലേ വാവാ സുരേഷ് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവർ 4 മക്കളാണ്. ഒരു സഹോദരിയുണ്ട്, ബാക്കി 3 ആൺകുട്ടികളും. വാവാ സുരേഷിന് താല്പര്യം പാമ്പ് പിടുത്തമായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതൽ പാമ്പുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി. അങ്ങനെ വാവാ സുരേഷ് പാമ്പ് പിടുത്തത്തിലേക്ക് പോയി. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി. ഒരു ദിവസം ഒരുപാട് കോളുകൾ വാവാ സുരേഷിന് വരും. അവിടെ പാമ്പുണ്ട്, ഇവിടെ പാമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. ഇപ്പം തിരുവനന്തപുരത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പം വിളിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ദൂര സ്ഥലങ്ങളിലായിരിക്കും. അതിന് പുള്ളിക്കാരൻ ഈ സ്വന്തം വാഹനത്തിൽ തന്നെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ സർക്കാരിൻ്റെ വശത്ത് നിന്നും ആളിന് ഇതൊരു പാമ്പ് പിടുത്തം ഒരു തൊഴിലാണ് എങ്കിൽ തന്നെയും സർക്കാരിൻ്റെ പക്ഷത്ത് നിന്ന് ഒരു സഹായങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പാമ്പ് പിടിക്കാൻ പോണ വീടുകളിൽ നിന്നോ ദാഹിച്ച വെള്ളം പോലും കൊടുക്കൂല. ഇത്രയും ദൂരത്ത് പെട്രോളും അടിച്ച്, വണ്ടിക്ക് സ്വന്തം വണ്ടിയിൽ പെട്രോളും അടിച്ചാണ് ആള് പാതിരാത്രി എന്നില്ല, രാത്രി എന്നില്ല, വെളുപ്പാങ്കാലം എന്നില്ല, ഉറക്കം ഒഴിഞ്ഞിരുന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വാവാ സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഒരു പാവം മനുഷ്യനാണ്, ഒരു അത്രയ്ക്ക് പാവം ഒരു മനുഷ്യൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം മനുഷ്യൻ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഹൃദയം പൊടിഞ്ഞു പോകുന്ന കുറച്ച് വാക്കുകൾ വാവാ സുരേഷ് പറയുന്നു. അനുഭവങ്ങൾ 1-2 അനുഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഭാഗം ഒന്ന് കേൾക്കാം. പാമ്പിനെയാണല്ലോ പിടിക്കുന്നത്. പാമ്പുമായിട്ട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളോ? അയ്യോ, നിങ്ങൾ ചോദിച്ചോ. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാലോ. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാള് പാമ്പിനെ പിടിക്കാൻ പോയി. ഞങ്ങൾ കൈയൊക്കെ കഴുകി, ബാക്കിയുള്ള എല്ലാവരും ഷേക്കൻ്റെ കൊടുത്തു. അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക്, അല്ല ഒരാഴ്ചക്ക് മുന്നേ, ഞാനിതുപോലൊരു പാമ്പുള്ള അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് വാഴക്കൊക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കയ്യിലേക്ക് കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വെച്ചു. മനുഷ്യന്മാരെ, നിങ്ങൾ എന്താണ് ഈ മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊക്കെ മനുഷ്യരാണോ? മനുഷ്യനെ കാട്ടിയും സ്നേഹമുള്ള മൃഗങ്ങളുണ്ട്, നായ്ക്കളുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വിഷം നിറഞ്ഞത് ആരാണ്? മനുഷ്യരാണ്. മനുഷ്യനെ പോലത്തെ വിഷം വേറെ ഒന്നുമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും മനുഷ്യരാണ് വിഷമെന്ന്, അല്ലാതെ പാമ്പുകളല്ല വിഷം. പാമ്പുകളെ നമ്മൾ ചവിട്ടിയാൽ മാത്രമേ അവർ കടിക്കുകയുള്ളൂ, അല്ലാതെ അവർ ഓടി വന്ന് കടിക്കൂല. അവർ വന്ന് അതിൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടിക്കൂല. നമ്മൾ ഓർമ്മിക്കാതെ ഒരു പാമ്പിനെ ചവിട്ടിയാൽ മാത്രമേ കടിക്കൂ. അങ്ങനെയല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ വിഷം, ഉള്ളിനകത്ത് വിഷം നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യർ. കഷ്ടം. ഷേക്ക് ഹാൻഡ് കൊടുക്കണം. ഷേക്ക് ഹാൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൈ വലിച്ചെടുക്കുമോ, അതതിന് വല്ലതാ പറയൂ എന്നൊന്നും വിചാരിച്ചില്ല. സ്നേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഷേക്ക് ഹാൻഡിന് കൈ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അറപ്പോടുകൂടി ആ കൈ പെട്ടെന്ന് വലിച്ചെടുക്കുന്നു. പിന്നെ അതിന് ശേഷം 500 രൂപ നോട്ട് കയ്യിൽ വെച്ച് കൊടുക്കുന്നു. കയ്യിൽ വെച്ച് കൊടുക്കണത് കയ്യിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത്. ആ കയ്യിലോട്ട് തട്ടാതെ ഇട്ട് കൊടുക്കുന്ന രംഗങ്ങൾ. ആ മനുഷ്യൻ എന്നിട്ട് അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. ആ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയതിന് ശേഷം എല്ലാം അങ്ങ് അടക്കി പിടിച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പം ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ പറയണത്. ഇങ്ങനെയൊക്കെ അറപ്പാട്ടും വെളുപ്പാട്ടൊക്കെ ഉണ്ടാവുന്ന പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ. കൂടുതൽ കൊച്ചുമക്കൾ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചുമക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന സംഭവം ഒത്തിരി ഉണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ എന്തൊരു വിഷമമാണെന്നറിയാം.
ആ ഉള്ളിനകത്ത് പെടഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എത്രയോ ദൂരത്ത് നിന്നാണ് ഈ മനുഷ്യൻ നിങ്ങൾ വിളിക്കുമ്പോൾ പാമ്പിനെ പിടിക്കാനായിട്ട് വരണത്. നിങ്ങൾക്ക് പേടിച്ചിട്ടാണല്ലോ, നിങ്ങൾ ആ പാമ്പ് ഉപദ്രവിക്കും എന്നുള്ള പേടി കൊണ്ടാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ വിളിക്കണത്. തന്നെ നിങ്ങളെ മക്കളെ ഒന്നുകിൽ ആ പാമ്പ് നിങ്ങളെ മക്കളെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അതവിടെ കിടന്നു കഴിഞ്ഞാൽ എന്നുള്ള പേടി കൊണ്ടാണല്ലോ നിങ്ങൾ വിളിക്കണത്. എത്രയോ ദൂരത്തു നിന്നായിരിക്കും ഉറക്കമൊഴിഞ്ഞ് വരണത്, ആളിൻ്റെ സ്വന്തം വണ്ടിയിൽ പെട്രോളും അടിച്ച് വരണത്. എന്നിട്ട് നിങ്ങൾ ചിലർ കൊടുത്തത് 500 രൂപ എടുത്ത് കൊടുത്തു. 500 രൂപ ആ പെട്രോള് ചിലവാക്കി വരുന്ന അതിന് പോലും മുതലാവാത്ത രീതിക്കാണ്, അങ്ങനെ പോലും ചെയ്യാത്ത രീതിക്കാണ് 500 രൂപ കൊടുക്കണത്. അതിൽ എടുത്ത് എറിഞ്ഞു കൊടുക്കും കണക്ക് കയ്യിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വല്ലാത്ത മനുഷ്യരാണ് നിങ്ങൾ. ഇത് അനുഭവം കൊണ്ട് ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു. അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ച് ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതൽ എനിക്കത് ഉണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ കഷ്ടം അങ്ങനെ സംഭവിക്കും. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ ബാബാ സുരേഷിന് പേടിയാണ്. വിശന്ന് തളർന്നായിരിക്കും പോണ. ഒരു നേരത്തെ ആഹാരം ചോദിച്ച് വാവിട്ട് ചോദിക്കാൻ പേടിയാണ്. ഒന്നുകിൽ ഇനി എന്ത് പറയും, ഞാനിനി പാമ്പിനെ പിടിക്കുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് വെറുപ്പ് കാണോ എന്നുള്ളത് മനസ്സിൽ കാണും. അതുകൊണ്ട് ആ പാവം മനുഷ്യൻ ചോദിക്കൂല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബാബാ സുരേഷിൻ്റെ ആ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. മതിലൊക്കെ ഇടിച്ച് നല്ല ശക്തിയായിട്ട് നല്ല അത്രയ്ക്ക് കട്ടിയുള്ള മതിലിൻ്റെ ഇടയിൽ ഒരു വങ്കിനകത്ത് കയറി പാമ്പുകളിരിക്കും. അതിനെ പേടിച്ചിട്ട് ആ ഒരു ഒടയന്മാർ വിളിക്കാറുണ്ട്. അതിനെ ഒറ്റയ്ക്കാണ് ഇടിച്ച് അതിനെ റെഡിയാക്കി എടുക്കണം. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് കിടന്ന് ഇടിച്ചിട്ട് പോലും മാറി ഒന്ന് വാങ്ങിച്ച് വെട്ടാൻ പോലും ഒരു മനുഷ്യർ ആ വിളിക്കണ ആ വീട്ടുകാരൊന്ന് ചെയ്യൂല. മാറി നിന്നൊന്ന് ഒരു നമ്മാട്ടി എടുത്ത് വെട്ടുക പോലും ചെയ്യില്ല. ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊണ്ട് കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ആഹാരം കൊടുക്കണ്ട, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണത് ഞാൻ സത്യം പറയാൻ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ ആ ചാനൽ കാണും, ആ ബാബാ സുരേഷിൻ്റെ ആ ചാനൽ ഞാൻ കാണാറുണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇന്ന് ആയിപ്പാണ് വിയർത്ത് കുളിച്ച് സത്യം പറഞ്ഞാൽ വിഷമം വരും നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുക. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയുടെ കാര്യമാണ് പറയണ, ഹെഡ് മാസ്റ്ററിൻ്റെ കാര്യമാണ് പറയണ. അവർ വീട്ടിൽ പാമ്പിരിക്കണം, അവർക്ക് പേടിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ബാബാ സുരേഷിനെ വിളിക്കുന്നു. എത്രയോ ദൂരത്ത് നെയ്യാറ്റിൻകരയാണ് നടന്ന സംഭവം പറയണത്. എത്രയോ ദൂരത്ത് നിന്ന മനുഷ്യനാണ് ഓടിപ്പാഞ്ഞ് വന്നത് ആ പാമ്പിനെ പിടിക്കാൻ. മതിലിലോ കണ്ട ഇരുന്നതാണ്, വെട്ടി പൊളിച്ച് അതിനെ പുറത്തെടുത്തു. പക്ഷേ അതിനിടയിൽ പാവം മനുഷ്യൻ തളർന്നു പോയി. എന്നിട്ട് വെള്ളം ചോദിച്ചപ്പോൾ അവർ പോയി വെളിയിൽ പച്ചയ്ക്ക് പറയാം കക്കൂസിനകത്ത് ബക്കറ്റും കപ്പും, ആ കപ്പിൽ വെള്ളം കൊണ്ടുവന്ന് ആ മനുഷ്യന് കൊടുക്കുന്നു. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല, കളഞ്ഞു. അവിടുത്തെ ജോലിക്കാരനാണ് പറഞ്ഞത്. ആ ജോലിക്കാരന് മനസാക്ഷിയുണ്ട്, അങ്ങനെ പറഞ്ഞു, ചേട്ടാ അത് കുടിക്കരുത്, കക്കൂസിനകത്ത് ഇരുന്ന വെള്ളവും കപ്പുമാണ്. ആ കക്കൂസിനകത്ത് ബക്കറ്റിലിരുന്ന വെള്ളമാണ് കോരി ആ കക്കൂസിലിരുന്ന കപ്പിൽ കോരിക്കൊണ്ടുവന്ന് കൊടുത്തു, കുടിക്കല്ലെന്ന് പറഞ്ഞു. നീയൊക്കെ മനുഷ്യന്മാരാണ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്കൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നീയൊക്കെ ആദ്യം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തതിന് പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ. ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രം അമ്മയുടെയും അപ്പൻ്റെയും കൂടെ അല്ല തിരുവോണം ഉണ്ണുന്നത്, അനാഥാലയത്തിൽ. അത്രയ്ക്കും സ്നേഹമുള്ള മനുഷ്യനാണെന്നേ. അനാഥാലയത്തിൽ അവർക്കൊപ്പമാണ് ഇരുന്ന് ഓണം ഉണ്ണുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചു, അങ്ങനെ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത്. ഈ സുഹൃത്തൊക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലോ, ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ. അതുപോലെ തന്നെ ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥയെന്ന് പറയുന്നത് അവരും കാണുന്നുണ്ടല്ലോ. പാമ്പിനെ പിടിക്കാൻ വിളിച്ചിട്ട് വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുത്ത് കക്കൂസിനകത്തുനിന്ന് പാത്രത്തിലെടുത്തുകൊണ്ട് കൊടുത്തത്, ഇതൊക്കെ ഈ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. പാവപ്പെട്ട മനുഷ്യൻ തുറന്നു പറഞ്ഞു. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അവർ ദൈവത്തിനോട് കൊടുത്തിട്ട് എന്താ നേടാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം എങ്ങനെയുണ്ട്. ശരിയാണ്. ചില മനുഷ്യർ ദൈവങ്ങൾക്ക് ഒന്നുകിൽ അമ്പലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കും. എന്തായിരുന്നാലും, സ്വർണ്ണമായിരുന്നാലും എന്തായിരുന്നാലും അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും. പാവപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് അവർക്ക് കൊടുത്തൂടെ? ആഹാരമായിരുന്നാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുക, ആ അനാഥാലയങ്ങളിൽ തന്നെ വിശന്ന് തളർന്ന് കിടക്കും എത്രയോ പേര്. വീടില്ലാതെ പിന്നെ വല്ല കാട്ടിലും എവിടെയും കടത്തിന്നതോറും കിടക്കുന്ന അവർക്ക് നിങ്ങൾ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. ഇത് കൊണ്ടുവന്ന് ഈ ബാബ സുരേഷ് അതാണ് പറയുന്നത്, അമ്പലങ്ങളിലും എവിടെയും കൊണ്ടുവന്ന് വെറുതെ അങ്ങ് കൊടുക്കുകയാണ്. പ്രശസ്തി കേൾക്കാനാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. പാവം മനുഷ്യർ വിശന്ന് കിടന്ന് അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുകയോ അല്ലെ നിങ്ങൾ വന്ന് കഴിച്ചാന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യൂല. ഈ അനാഥാലയത്തിൽ ആരും അറിയാതെ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണമായിരുന്നു. ഈ മനുഷ്യൻ അങ്ങനെയാണ്. അനാഥർക്കൊപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കും. ഓണത്തിൻ്റെ കാര്യമാണ് പറയണ. അമ്മേരെയും അച്ഛൻ്റെയും കൂടെ പോലും അല്ല, അനാഥർക്കൊപ്പം പോവും. അനാഥാലയത്തിൽ പോയിരുന്ന് ഫുഡ് കഴിക്കും. ദൈവവും അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടി ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം ഉണ്ട് അവിടെയാണ് ഉണ്ണുന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി. ഞാൻ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 1/2 മണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവരെല്ലാം അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്ന് എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പം ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടു ഞാൻ ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവം. കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു, തിണ്ണയിലിരിക്കുകയാണ്. ഒന്ന് കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ല. എന്തൊരു മനുഷ്യനാണ് നിങ്ങളൊക്കെ. ആ തിണ്ണയിൽ പോയിരുന്നു മണിക്കൂറുകളോളം ഇരിക്കുന്നു. 1/2 മണിക്കൂർ 3/4 മണിക്കൂറായിട്ടും പായസം വരുന്നില്ല. പായസം കുടിക്കാനാണ് ഇരിക്കണത്. പായസം കുടിക്കാൻ വിളിച്ചതാണ്. അങ്ങനെ പോയി ഇരിക്കുന്നു. ബാബാ സുരേഷ് അങ്ങ് അകത്തോട്ട് കയറിപ്പോകുന്നു. അകത്ത് കയറിയപ്പോൾ എന്തായാലും ഇറങ്ങാൻ പറയാത്തത് ഭാഗ്യമായിപ്പോയി. ചിലരാണെങ്കിൽ പറഞ്ഞേനെ ഇഷ്ടമല്ലാതെ അകത്തോട്ട് കയറരുതെന്ന് പറയുന്നു. എന്തായാലും ഇറങ്ങാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നോക്കുമ്പോൾ അവരെ വീട്ടിലുള്ള ക്ലാസ് ഒരു 10-50 ക്ലാസ് നിരത്തി വയ്ക്കുന്നു. അതിൽ പായസങ്ങൾ ഒഴിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഒരു കുട്ടിയെ പറഞ്ഞു വിട്ട് അടുത്ത കടയിൽ പോയിട്ട് ബാബാ സുരേഷിന് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോന്നാണ് പേപ്പർ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് വന്നു ബാബാ സുരേഷിന് അതിൽ കൊടുക്കുന്നു. അവരെ വീട്ടിലുള്ള ഗ്ലാസ്സിൽ കൊടുത്തില്ല. ബാബാ സുരേഷിന് ഇത് മനസ്സിലാകുന്നു. കളഞ്ഞില്ല കേട്ടോ, കുടിച്ച്. പാവം മനുഷ്യൻ കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് അത് കഴുകി പോക്കറ്റിലിട്ട്. എന്തിനാണ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവരിനി അതും പറയൂലേ. ഇവർക്ക് എന്തോ ഒരു തുടക്ക് പോലെ, ഈ മനുഷ്യൻ്റെ അടുത്ത് എന്തോ ഒരു തുടക്ക് പോലെ. പാമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് അവർക്കൊരു വെറുപ്പ് പോലെ. നിങ്ങളെ പാമ്പിനെ പിടിക്കാനായിട്ട് നിങ്ങൾ വിളിക്കുമല്ലോ,
നിങ്ങളെ പാമ്പ് കടിക്കും എന്ന് വിചാരിച്ചു കൊണ്ടല്ലേ നിങ്ങൾ ആ മനുഷ്യനെ വിളിച്ചത്? അത് കൊള്ളായിരുന്നല്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ ആ ഗ്ലാസും പോക്കറ്റിൽ ചുരുട്ടിയിട്ടും കൊണ്ട് വീട്ടിലേക്ക് പോയി. കഷ്ടം കരയുന്നു. അവതാരകന്റെ സ്നേഹം നാമിച്ച് ഇങ്ങനെ തന്നെ വേണം, ചേർത്ത് പിടിക്കണം. ഇതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്. പണം സമ്പാദിക്കാൻ കിടക്കുന്ന മനുഷ്യരുണ്ട്. പണമെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യന് എത്രയോ വർഷം കൊണ്ട് പാമ്പിനെ പിടിച്ചിട്ട് നമ്മളെ സർക്കാർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ്. ഒന്ന് കരകയറ്റിക്കൂടെ? ഈ മനുഷ്യൻ്റെ വീട് പോലും ജപ്തിയായി എന്ന് പറയുന്നുണ്ട്. സഹോദരിക്ക് സുഖമില്ല. 1-2-3 അനുഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ വാവാ സുരേഷ് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചുമക്കളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അവരെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ പാവം പേടിച്ചിട്ട് പോയി കൈയൊക്കെ നല്ലതുപോലെ സോപ്പിട്ട് തേച്ച് കഴുകിയിട്ടാണ് കുട്ടികളെ എടുക്കാൻ ചെന്നാൽ പോലും അത് അറപ്പോട് കൂടിയാണ് അവർ നോക്കണത്, അവർ കാണണത് എന്ന് വാവാ സുരേഷ് പറയാറുണ്ട്. അനുഭവങ്ങൾ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിലുണ്ടായ അനുഭവമാണ് ഇനി പറയണത്. സഹോദരിക്ക് സുഖമില്ലാതായപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ എവിടെയോ പാമ്പിനെ പിടിക്കാനായിട്ട് നിൽക്കുന്നു. അപ്പോഴുള്ള അനുഭവം. അപ്പോഴിവിടെ വീട്ടിൽ സഹോദരിക്ക് സുഖമില്ലാതാവുന്നു. ആ അനുഭവമാണ് പറയണം. പൊക്കോണ്ടിരിക്കുക. അപ്പം അച്ഛനെ ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച്, സേവനയിൽ നിന്നൊക്കെ ആൾക്കാരെ വെച്ചാണ് അച്ഛനെ നോക്കി. അപ്പോൾ ഇപ്പോൾ അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്. കിഡ്നിയുടെ പ്രശ്നങ്ങൾ, 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ്. ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ട്, ഷുഗർ വളരെ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെയുണ്ട്. പക്ഷെ അവർ എന്താണെന്നറിയില്ല, അവരുടെ മനസ്സെങ്ങനെയാണല്ലോ, അവർക്ക് സമയത്തിന് നോക്കാനൊന്നും അവർ സത്യം പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ല, എന്നാലും വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ നാട്ടിലില്ല. എൻ്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്ന് വീണു. പ്രഷർ എന്താ പറയുക, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കിഡ്നി പ്രശ്നമുള്ള പെട്ടെന്ന് തളർന്നു വീണു. ഇരുന്നിരിക്കും. അതിന് അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ 2 ചേട്ടന്മാരെ മാറി സ്വന്തം വീട്ടിലെ കാര്യമാണ് പറയണത്. ആളെവിടെയോ പാമ്പിനെ പിടിക്കാൻ നിൽക്കുന്നു. അപ്പോഴത്തേക്കാണ് വീട്ടിൽ സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് കോള് വരുന്നു. അപ്പോൾ 2 ചേട്ടന്മാർ അവിടെ ഉണ്ട്. അവർ 4 മക്കളാണ്. ആ 2 ചേട്ടന്മാർ വീട്ടിലുണ്ട്. അപ്പോൾ ഉടനെ വാവാ സുരേഷ് ചേട്ടനെ വിളിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പോൾ പറഞ്ഞു ഞാനിവിടെ വീട്ടിലില്ല, വേറെ എവിടെയും നിൽക്കുകയാണെന്ന്. അപ്പം വാവാ സുരേഷിന് മനസ്സിലായി ഫാൻ കിടന്ന് കറങ്ങുന്നു, അതിൻ്റെ സൗണ്ട് നല്ലതുപോലെ കേൾക്കാം, വീട്ടിലുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. അപ്പം ആ അനുഭവമാണ് പറയണത്. വിളിച്ച് 2 പേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞാൽ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്നത്. ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ വാവാ സുരേഷ് എന്തോ വലിയ സംഭവമാണ്, വലിയ എന്തൊക്കെയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല എന്നാണ്. അപ്പം ഇന്നലെ കൊണ്ടുപോകാൻ പറ്റില്ല. 2-3 മണിക്കൂർ ആ സൗകര്യം ബോധമില്ല കിടന്നിട്ട് പിന്നെ അത് അടുത്തുള്ള കുഞ്ഞമ്മയുടെ മോനൊക്കെ എടുത്ത് കിടത്തി റിക്കവറായി കിടക്കുന്ന ഒരു കുഴപ്പം. ഇന്ന് വൈകിട്ട് എനിക്ക് കാർഡിയോ ഡോക്ടറിനെയും കിഡ്നിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഡോക്ടറെ കണ്ടു പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് കോളൊന്നും വന്നിട്ട് പോകാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ന സമയം മാറ്റി വെച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ, അപ്പം അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സഹോദര സ്നേഹത്തിന് പോലും വില കൊടുക്കാത്ത മനുഷ്യരാണെന്ന് ഉള്ളത്. ഇപ്പോൾ ആ സഹോദരിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അതിന് പണം കണ്ടെത്തണം, ചികിത്സിക്കാൻ. അതിനു വേണ്ടി വാവാ സുരേഷ് ഒരു തട്ടുകട തുടങ്ങി. പട്ടത്ത് അവിടെയും കണ്ട ഒരു ഭാഗത്താണ് തട്ടുകട തുടങ്ങി. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ എന്നിട്ട് പാമ്പിനെ പിടിക്കാനും പോകണം. നല്ല ഫുഡാണെന്ന് പറയുന്ന കേട്ടു. ഒരുപാട് പേര് ഈ വാവാ സുരേഷിൻ്റെ സഹകരണം വെച്ചിട്ട് ഒരുപാട് പേര് പോയി കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡാണെന്ന് ഞാൻ യൂട്യൂബ് വഴിയാണ് ഇത് കണ്ടത്. എന്നിട്ട് വാവാ സുരേഷ് പറയുന്നത് എൻ്റെ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന്. അവർ 3-4 പേര് കൂടി ചേർന്നാണ് ഇത് നടത്തുന്നത്. അപ്പോൾ 2 കാര്യവും കൂടി ഒത്തുകൊണ്ടുപോകണം. തട്ടുകടയിൽ ഭക്ഷണം ഉണ്ടാക്കണതും അതുപോലെ തന്നെ പാമ്പിനെ പിടുത്തവും ഉപേക്ഷിക്കാൻ പറ്റൂല. ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നെ വീട് ജപ്തിയായി. ഒരു ചെറ്റമാടമാണ്, ഒരു ചെറ്റക്കുടിലാണ് അവർ 3-4 പേര് കൂടി കിടക്കണം. 4-5 പേരുണ്ടെന്ന് തോന്നുന്നു, അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ചെറ്റമാടത്തിലാണ് കിടക്കുന്നത്. അതുപോലും ലോണാണ് ഇരിക്കുന്നത്. ജപ്തി നോട്ടീസ് വന്ന് എന്നിട്ട് അതെന്തൊക്കെയോ ചെയ്തെന്ന് പറയണായിട്ട്. ഇന്ന് പണം ഉണ്ടെങ്കിൽ മാത്രമേ മണമുള്ളൂ. ഇതാണ് പറയണത്. മനുഷ്യർ പാമ്പിനെ കാട്ടി വിഷമാണെന്നുള്ളത്.